ഭഗവാനെ, വിഘ്നേശ്വര, ഗുരുവായൂരപ്പ, കാത്തു രക്ഷിക്കണേ. ഇനിയും നിങ്ങൾ എന്നെ ഇങ്ങനെ പരീക്ഷിക്കരുതേ. അടുത്ത തവണയെങ്കിലും എൻ്റെ കവിതാ മോളെ 10ാം ക്ലാസ്സിൽ നിന്ന് ഒന്ന് കരകയറ്റി തരണേ. പിന്നെ ഭഗവാന്മാർക്ക് ഇപ്പൊ കരകയറ്റില്ലല്ലേ പണി. 3-4 കൊല്ലമായി ഞാനും എൻ്റെ മോളും അതിന് ശ്രമിക്കാൻ തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും അവളെ കൈവിടല്ലേ എൻ്റെ ഭഗവാനെ. അതിന് ഭഗവാൻ സിൻഡിക്കേറ്റ് മെമ്പറൊന്നും അല്ലല്ലോടോ മനുഷ്യ. താൻ എന്തെങ്കിലും പറഞ്ഞു രാവുണ്ണി? അയ്യേ, പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലേ ഉള്ള ശീലമാ. ഇപ്രാവശ്യം ജയിച്ചിട്ട് വേണം ഒരു IAS കാരൻ്റെ കൂടെ എൻ്റെ മകളെ പറഞ്ഞയക്കാൻ. എന്തോ കഴിഞ്ഞ പരീക്ഷയ്ക്കും അവൾക്ക് ഇംഗ്ലീഷിന് 0 കിട്ടിയത്. അതിനി ഇംഗ്ലീഷ് ദൈവത്തോട് പറഞ്ഞിട്ടും കാര്യമില്ല. തൻ്റെ അല്ലേ മോള്, തലക്കകത്തോലും വേണ്ടേടോ. അമ്മേ ഭഗവതി, രക്ഷിക്കണേ. കൃഷ്ണ ഭഗവാനെ. രാവണി, ഓ, മോള് തോൽക്കാതിരിക്കാൻ എന്താ ഒരു വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ അത്? പഠിപ്പിക്കാതിരിക്കുക. അരേ കോനെ, കുഞ്ഞുണ്ണി വൈദ്യരോ? എവിടേക്കാ കൂടപ്പുറപ്പിനെ കൊണ്ട്? രസായനം ഉണ്ടാക്കാനായിരിക്കും. കരിങ്കുരങ്ങി രസായനം. അമ്മിമോളും ബോംബെക്ക് പോയായിരിക്കും വിമാനം കയറാൻ. എന്തിനാ മാജി വടി കൊടുത്ത് അടി വാങ്ങുന്നേ? അത് നിന്റെ തന്തയുടെ സ്വഭാവ. പൊടി അവിടുന്ന്. അന്ന് വയറുവേനയ്ക്ക് തന്ന കഷായം കുടിച്ചിട്ടേ എനിക്ക് വയറ്റിളക്കം പിടിച്ചു. അതിന്റെ കഷായത്തിന്റെ കുഴപ്പം കൊണ്ടൊന്നല്ല, വയറിന്റെ കുഴപ്പം കൊണ്ടാ. മുറിവൈദ്യൻ ആളെ കൊല്ലുന്നു പറയുന്നത് വെറുതെ അല്ല. ഒറ്റെണ്ണം നല്ലതില്ല. ദരിദ്രവാസികൾ ഏതെങ്കിലും എടുത്തോ? നീ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നടന്നുകൊണ്ട് ഒന്നും ഒരു കാര്യമില്ല. ഒന്നുകിൽ ആ ഭരതംപിള്ള നിന്നെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ വിളിച്ചു വരുത്തി അയാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം. അതെങ്ങനാ മാജി? അതിനാടി ബുദ്ധി വേണമെന്ന് പറയുന്നത്. പെണ്ണുങ്ങളായ ഇങ്ങനെ ചില തന്ത്രങ്ങളൊക്കെ കയ്യിൽ വേണം. ഒരു പെണ്ണ് മനസ്സ് വെച്ച വീഴാത്ത ഏത് പ്രമാണിമാരാടി ഈ നാട്ടിലുള്ളത്? അയാൾക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. അയാൾക്ക് മകളെന്ന ഒറ്റ വിചാരേ ഉള്ളൂ. ഇങ്ങനെയുണ്ട് ഒരു മനുഷ്യൻ. മകളെ കെട്ടിച്ചു വിട്ടാ പിന്നെ ഈ സ്വത്ത് മുഴുവൻ വല്ല അലപലാദിയുടെ കയ്യിൽ പോവും. അതുകൊണ്ടാ ഞാൻ പറയണേ, നീ എങ്ങനെയെങ്കിലും അയാളൊന്ന് വളച്ചെടുക്കണമെന്ന്. ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല മാജി, അങ്ങനെ വീഴണ്ടേ? എടി, വാരിക്കുഴി കുത്തി ആനെ വരെ വീഴ്ത്തുന്നു. പിന്നെയാണ് ഒരു ഭരതംപിള്ള. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാ, രാത്രി അവിടെ തന്നെ താമസിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ആ രാവുണ്ണേട്ടന് എപ്പോഴും എന്നെ സംശയ. രാവുണ്ണേട്ടൻ എടി, അവൻ പോട്ടടി. അവന്റെ വീട്ടിൽ മുതലാളി എപ്പോഴും പോകുന്നുണ്ടെന്നാ നാട്ടുകാരുടെ സംസാരം. ദേ, ഞാനൊരു കാര്യം പറയാ, അവനെ വിശ്വസിക്കാൻ കൊള്ളാത്തനാ. തെണ്ടി. ചേട്ടാ, കാപ്പി. രാവിലെ കെട്ടിയെടുക്കും. എന്താടി നാട്ടിൽ തൊടിക്ക് ഇത്ര പഞ്ഞോ? ഈ വേഷത്തിൽ എന്നെ കാണാനാ ഭംഗിയെന്ന് മാജി പറഞ്ഞു. മേലി വേഷത്തിലൂടെ കണ്ടേക്കരുത്. അതെല്ലാം ബോംബെയില്. ഞാനൊരു പഴയ തറവാട്ടുകാരാണ്. കുടുംബത്തിൽ പിറന്നവരെ കയറി വരുന്ന വീടായത്. ഇവിടെ നിൽക്കുമ്പോ അതിന് പറ്റിയ വേഷമൊക്കെ ധരിച്ചാ മതി. മനസ്സിലായോ? കുഞ്ഞിന് ഇതുവരെ കാണാത്തോണ്ട് അച്ഛൻ ആകെ വിഷമിച്ചിരിക്കുന്നു. അതിനല്ലേ ഞാൻ പോയി കൊണ്ടുവന്നത്. എന്താ മോളെ ഇന്നലെ വരാതിരുന്നത്? നീ ടെലിഫോൺ ചെയ്യുന്നവരെ എനിക്ക് മനസ്സിന് യാതൊരു സമാധാനമില്ലായിരുന്നു. ഞങ്ങളുടെ വണ്ടി വരുന്ന വഴിക്ക് കേടു വന്നു. അതുപോലെ എനിക്കറിയാമോ ഞാൻ എന്തുമാത്രം വിഷമിച്ചെന്നറിയോ? അച്ഛാ, ഞാൻ ഇപ്പൊ കുളിച്ച് റെഡിയായിട്ട് വരാം. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ ഒച്ചയും ബഹളും ഇല്ലെങ്കിൽ ഈ വീട് ഉറങ്ങിയത് പോലെ. അല്ലെങ്കിൽ വളർന്നിരിക്കുക. നീ എന്താ ഒന്നും പറയാത്തത്? അല്ല, ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. നിന്നോട് സംസാരിച്ചാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഓ, ഇപ്പൊ തനിക്ക് ഭ്രാന്തില്ലാത്തതുപോലെ. ആ, ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുമായിരുന്നോ? നീ വന്നത് ഞാൻ ഇപ്പോഴാ അറിഞ്ഞ്. യാത്രയൊക്കെ സുഖമായിരുന്നോ? ഈ വെക്കേഷൻ എന്തായാലും എനിക്ക് നഷ്ടമായി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നീ എന്നെ കളിയാക്കില്ലെങ്കിൽ ഞാനൊരു സ്വകാര്യം പറയാം. എന്താ, നീ വല്ല കുഴപ്പത്തിലും പെട്ടോ? ഏയ്, കുഴപ്പമൊന്നുമില്ല. എന്നാ പിന്നെ പറ. ഞാൻ എന്റെ തമ്പുരാനെ കണ്ടു. ഏത് തമ്പുരാനെ?
എന്റെ പൊന്നു തമ്പുരാനെ. പൊന്നു തമ്പുരാനോ? അതാരാടി? അത് ഞാനിപ്പോ പറയില്ല. ഇപ്പൊ എനിക്ക് വിവരം മനസ്സിലായി. നിനക്ക് എന്തോ കുഴപ്പമുണ്ട്. ആ, കുഴപ്പമാ. പഴയ കള്ളുഷാപ്പല്ലേ? എന്നോടോ കള്ളുഷാപ്പിന്റെ മുമ്പിൽ കൊണ്ടൊന്ന് വണ്ടി നിർത്തിയത്? ആരെങ്കിലും കണ്ട എന്നെ പറ്റി എന്താ ധരിക്കുക? അയ്യോ, ഇത് കള്ളു ഷാപ്പല്ല. പോണതോ? ആ, പോണത് രണ്ടും ഷാപ്പാ. ഇത് ട്യൂട്ടോറിയൽ കോളേജാ. കഴിഞ്ഞ ലേലത്തില് ഷാപ്പ് കിട്ടാതെ വന്നപ്പോ സ്ഥലം വെറുതെയിട്ടുണ്ടോന്ന് കരുതി കോളേജ് തുടങ്ങിയതേ ഉള്ളൂ. സത്യം പറയാല മുതലാളി, ഷാപ്പ് ലേലത്തിൽ കിട്ടാത്തതിന്റെ ഖേദം ഇപ്പൊ തീരെയില്ലെന്ന് നമ്മുടെ കോൺട്രാക്ടർ കോരച്ചൻ പറയുന്നത്. ARROW. ആരോ ആരോ അമ്പ്. ASS ആസ്. കഴുത. ഇതെന്ത് കഴുതേ? BEAR ബിയർ. മുതലാളി ഇരിക്കി. അറിയില്ലേ ഭരതമ്പിള്ള മുതലാളി, നമ്മുടെ ഹൈസ്കൂളിന്റെ മാനേജർ? അറിയാണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങളുടെ സ്കൂൾ കണ്ടിട്ടല്ലേ ഞാൻ എന്റെ കള്ളിഷാപ്പ് കൂട്ടി ഈ സ്ഥാപനം തുടങ്ങിയത്. സത്യം പറയാലോ, നിങ്ങളുടെ സ്കൂളിലെ പണക്കാരുടെ കുട്ടികളൊക്കെ ഇവിടെ ട്യൂഷൻ വരുന്നുണ്ട്. അത് പോട്ടെ, ആരാ ചേരുന്നത്? രണ്ടുപേരും ഉണ്ടോ? ഓ, മനസ്സിലായി. അതിൽ ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല. കുട്ടികളുടെ കൂടെ ഇരിക്കണ്ട, ഒരു സ്റ്റൂൾ ഇട്ട് തനിച്ചിരുന്നാ മതി. അങ്ങനെ ഇവിടെ പഠിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ സാക്ഷരതാ ക്ലാസ്സിൽ പോകുന്നുണ്ട്. ഞങ്ങളോ? ഞാൻ ഇവൻ പോകുന്നുണ്ട്. ഞങ്ങൾ ഇപ്പൊ വന്നത് മുതലാളിയുടെ മോളെ ചേർക്കാൻ വേണ്ടിട്ടാ. അതെ. 3ാം കൊല്ല? BA ആയിരിക്കും. അല്ല, 10ാം ക്ലാസ്സിലാ. അതെ, 3 വട്ടം തോറ്റു. ഒന്നുമില്ല, ഒരു പൂച്ച. ആ, എത്ര മാർക്കുണ്ട്? 3 3 വട്ടമോ? എന്ന് വെച്ചാ 0. ഞാൻ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയും. അതെന്റെ ചെറുപ്പം മുതലുള്ള ശീലവാ. കാശൊരു പ്രശ്നമല്ല. ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും മോളെ ഒന്ന് പാസ്സാക്കി തരണം. ഓ, എന്നിട്ട് വേണം എന്റെ മോളെ ഒരു IAS കാരൻ്റെ കൂടെ പറഞ്ഞയക്കാൻ. അത് കാണാൻ ബ്രഹ്മാവ് വരെ ജീവിച്ചിരിക്കൂലല്ലോടോ. ഇവിടെ ഓരോ ഭാഷയ്ക്കും പ്രത്യേകം പ്രത്യേകം അധ്യാപകരുണ്ട്. മലയാളത്തിന് വിദ്വാൻ തുഞ്ചൻ പറമ്പിൽ പത്രോസ് മകൻ വർക്കി. മത്തഭൃങ്കോദ്യൽ പ്രയാണങ്ങൾ കണ്ടു, മലർമധുര നിരകളത സപതി കണ്ടു. ആ, ഇനി ഇതിന്റെ കൂട്ടർത്ത് അങ്ങനെ എഴുതിത്തോളൂ. മത്തഭൃങ്കോദ്യൽ പ്രയാണങ്ങൾ കാണുകയും മലർമധുര നിരകളത സപതി കാണുകയും ഉണ്ടായി എന്ന് അർത്ഥം. മനസ്സിലായോ? ട്യൂട്ടോറിയലിൽ പഠിക്കേണ്ട പ്രായമല്ല നിങ്ങൾക്ക്. മഞ്ഞച്ചുരിദാർ ഇട്ട് വന്നെന്താ ഇവിടെ കാവടിയാട്ടം നടക്കുക? താടിയും മീശയൊക്കെ ആയിരടോ, പോയി കല്യാണം കഴിക്കടോ. പഠിക്കണം, നന്നാവണം എന്നുള്ള മഹാത്മാരും മഹതികളും ഉണ്ടെങ്കിൽ എഴുതിത്തോളൂ. എനിക്ക് നിർബന്ധമൊന്നുമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ കേട്ടോ. മത്തഭൃങ്കോദ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ് സാർ അർത്ഥം? അറിയില്ല? ഇല്ല സാർ, ഇവിടെ അറിയില്ല. ഇവിടെ ഇവിടെ അറിയില്ല സാർ. ഇവിടെ 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 ബാക്ക് ബെഞ്ച്. ആ, ഇവിടെ ചോദിച്ചിട്ട് ഒരു കാര്യമില്ല. അറിയില്ല. ഇല്ല സാർ. ആർക്കും അറിയില്ല? ഇല്ല സാർ. അറിയില്ല? ഇല്ല. അത് പിന്നെ ഈ മത്തഭൃങ്കോദ്യൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. അങ്ങനെ ഒരു ഭൃങ്കോദ്യൽ. കുറച്ച് നാളായി നിന്നെ ഞാൻ ശ്രദ്ധിക്കണേ. നിന്റെ വലിയ ചെത്ത് സ്റ്റൈലൊന്നും ഇവിടെ വേണ്ട. അഥവാ നിനക്ക് ചെത്തണം എന്നുണ്ടെങ്കിൽ ആ തെങ്ങ് പോയി ചെത്തിക്കോ. വേതാളം. ആരും ചിരിക്കണ്ട, എല്ലാവരോടും കൂടിയാ പറഞ്ഞത്. മോള് കണക്കിൽ അല്പം മോശം. സത്യം പറയാലോ, കണക്കിന്റെ കാര്യത്തില് മുതലാളിയും കണക്കാ. അക്കാര്യത്തിൽ ഒട്ടും പേടിക്കണ്ട. ഇവിടെ കണക്കെടുക്കുന്നത് ഒരു കമ്പ്യൂട്ടറാണ്. എന്താ മാഷേ പ്രോബ്ലം? നോ പ്രോബ്ലം. ഇന്ന് വരെ മാത്സിൽ മമ്മൂട്ടി മാഷക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിട്ടില്ല.
പക്ഷേ ഒരു ഡൗട്ട്സ്. പിന്നെ മറ്റൊരു കാര്യം, എന്താ പറയൂ? ഈ പെൺകുട്ടികളാവുമ്പോ അച്ചടക്കത്തിന്റെ കാര്യം അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ നിർബന്ധമുണ്ട്. നിനക്കൊക്കെ സംഗീതത്തെ പറ്റി വല്ല വിവരമുണ്ടോ? നിന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലടാ. നിങ്ങൾ ഈ ഗോവിന്ദമാരാരെ പറ്റി കേട്ടിട്ടുണ്ടോ? ഗോവിന്ദമാരാർ ഞങ്ങളുടെ വീടിന്റെ അടുത്താണ് സാർ താമസം. അതുപോലെ ചെണ്ടക്കാരുമായിരിക്കും. ഞാൻ ചോദിച്ചത് അതല്ല, ഷട്കാല ഗോവിന്ദമാരാരെ പറ്റിയാണ്. സംഗീത ചക്രവർത്തിയായ ത്യാഗരാജ ഭാഗവതിൽ നിന്നും എന്തൊരോ മഹാനുഭാവലു എന്ന കീർത്തനം പാടി അഭിനന്ദനം നേടിയെടുത്ത മഹാനെ പറ്റിയാ. 6 കാലത്തിൽ പാടാൻ കഴിവുള്ള അപൂർവ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം. അങ്ങനെയാണ് അദ്ദേഹത്തിന് ഷട്കാല ഗോവിന്ദമാരാർ എന്ന പേര് ലഭിച്ചത് തന്നെ. മനസ്സിലായോ? നമ്മളിപ്പോ ജന്തുശാസ്ത്രമല്ലേ സാർ പഠിക്കുന്നേ? നിന്നെപ്പോൾ ജന്തുക്കൾക്ക് അത് തന്നെ പറഞ്ഞിട്ടുള്ളൂ. എടാ, സംഗീതം ഒരു മഹാസാഗരമാണ്. പ്രപഞ്ചത്തിലെ എല്ലാ ചലനങ്ങളും സംഗീത സാന്ദ്രമാണ്. എന്നാ പിന്നെ മോളെ നാളെ തന്നെ അയച്ചോ. ഓ ശരി. നാളെ ഞാനുണ്ടാവില്ല. ഉത്തരക്കടലാസിന്റെ പിന്നാലെ തിരുവനന്തപുരം വരെ ഒന്ന് പോണം. ആ മന്ത്രിക്ക് വരാമോ? പഴയ ഓർമ്മയിൽ വരുന്നതായിരിക്കും അല്ലേ? നല്ല ഓർമ്മയുള്ള പൂച്ച.